ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തി ഹൈക്കോടതി. തികച്ചും പ്രൊഫഷണലായും സൂക്ഷ്മമായുമാണ് അന്വേഷണം നടക്കുന്നതെന്ന് ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു. ഭയരഹിതമായും കൃത്യതയോടെയും അന്വേഷണം തുടരാൻ നിർദ്ദേശം നൽകിയ കോടതി ആവശ്യമെങ്കിൽ SIT വിപുലീകരിക്കാമെന്നും ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SIT സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറത്തിറക്കിയത്. തികച്ചും പ്രൊഫഷണലായും സൂക്ഷ്മവുമായാണ് അന്വേഷണം നടക്കുന്നതെന്ന് ജസ്റ്റിസുമാരായ രാജവിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു. അന്വേഷണം നിലവിൽ ശരിയായ ദിശയിലാണ്. നിഷ്പക്ഷമായും ഫലപ്രദമായും നിയമപരവുമായാണ് അന്വേഷണം നടക്കുന്നതെന്നും ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ നിരീക്ഷിച്ചു. പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങൾക്കോ തെറ്റായ പ്രചരണങ്ങൾക്കോ SIT വഴങ്ങരുത്. ഭയരഹിതമായും കൃത്യതയോടെയും അന്വേഷണം തുടരാനും കോടതി നിർദ്ദേശിച്ചു. ആവശ്യമെങ്കിൽ SIT വിപുലീകരിക്കാം. അതിനായി SITക്ക് നേതൃത്വം നൽകുന്ന ADGP H. വെങ്കടേഷിന് അധികാരം നൽകുന്നതായും കോടതി അറിയിച്ചു. പുതിയ ഉദ്യോഗസ്ഥരെ സംഘത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ആ വിവരം കോടതിയെ റിപ്പോർട്ട് വഴി അറിയിക്കണമെന്നും നിർദ്ദേശിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ 2 കേസുകളിലായി 15 പേരെ അറസ്റ്റ് ചെയ്തു. 181 സാക്ഷികളിൽ നിന്ന് SIT മൊഴിയെടുത്തു. തെളിവുകൾ ശേഖരിക്കുന്നതിനായി അന്വേഷണ സംഘം കേരളത്തിന് പുറത്തും പരിശോധനകൾ നടത്തി. സന്നിധാനത്ത് നിന്നും ശേഖരിച്ച സ്വർണ്ണ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധന നടന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. പരിശോധനാ ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കോടതി ഉത്തരവിലുണ്ട്. തെളിവുകൾ വിശകലനം ചെയ്യുന്നതിനും കൂടുതൽ സാക്ഷികളുടെ മൊഴിയെടുക്കലിനും ഉൾപ്പെടെ കൂടുതൽ സമയം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് 6 ആഴ്ച കൂടി സമയം നീട്ടി നൽകുന്നതായും ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. കേസ് ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കുമെന്നും അന്ന് SIT ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.